കച്ചവടം, കൃഷി, കന്നുകാലികൾ ഇതുപോലെയുള്ള ഭൗതിക കാര്യങ്ങളിലൊന്നും വേണ്ടത്ര താല്പര്യം എടുക്കാതെ, അതൊന്നും പരിഗണിക്കാതെ സദാസമയവും അള്ളാഹുവിൻ്റെ പള്ളിയിൽ വന്നിരുന്ന് മുഹമ്മദിൻ്റെ വയല് കേട്ടുകൊണ്ടിരിക്കുകയും നിസ്കരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന അന്നത്തെ ആളുകളെ കണക്കറ്റ് പുകഴ്ത്തുന്ന 37-38 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു പോയത്. സൂറത്തു നൂറിലെ 39-40 എന്ന വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. എന്തൊക്കെ നന്മകൾ ചെയ്താലും, എത്ര നല്ല മനുഷ്യരായി ജീവിച്ചാലും, മുഹമ്മദിൻ്റെ ഉഡായിപ്പുകളിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം എത്രത്തോളം ഭീകരമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന 2 ഉപമകളാണ് ഈ 2 വാക്യങ്ങളിൽ ഇനി നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഒരു മരുഭൂമിയിലെ മരീചികയുടെ ഉപമയാണ്. രണ്ടാമത്തേത് ആഴക്കടലിലെ ഇരുട്ടിൻ്റെ ഉപമയാണ്. ഈ ആഴക്കടലിൻ്റെ ഇരുട്ടിൻ്റെ ഉപമയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ 4 വർഷം മുമ്പ് വലിയ ചർച്ചയ്ക്ക് വിധേയമായ വിഖ്യാതമായ സംവാദ വിഷയം. ഞാൻ ആദ്യം ഈ 2 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. കുഞ്ഞി മുഹമ്മദ് പറപ്പൂരും ചെറിയമുണ്ടം ഹമീദ് മദനിയും കൂടെ ചേർന്ന് തയ്യാറാക്കിയ ഖുർആൻ്റെ മുജാഹിദ് പരിഭാഷയാണ്. അതിൻ്റെ ഓൺലൈൻ എഡിഷനിൽ നിന്നെടുത്ത സ്ക്രീൻഷോട്ട് നോക്കിയാണ് വായിക്കുന്നത്. 39. അവിശ്വസിച്ചവരാകട്ടെ അവരുടെ കർമ്മങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാകുന്നു. ദാഹിച്ചവൻ അത് വെള്ളമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവൻ അതിനടുത്തേക്ക് ചെന്നാൽ അങ്ങനെ ഒന്നുള്ളതായി തന്നെ അവൻ കണ്ടെത്തുകയില്ല. എന്നാൽ തൻ്റെ അടുത്ത് അള്ളാഹുവെ അവൻ കണ്ടെത്തുന്നതാണ്. അപ്പോൾ അവന് അവൻ്റെ കണക്ക് തീർത്തു കൊടുക്കുന്നതാണ്. അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനത്രേ. ഇനി 40-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു അവരുടെ പ്രവർത്തനങ്ങളുടെ ഉപമ എന്ന് ബ്രാക്കറ്റിൽ. തിരമാല അതിനെ, അതായത് കടലിനെ പൊതിയുന്നു. അതിനു മീതെ വീണ്ടും തിരമാല, അതിനു മീതെ കാർമേഘം, അങ്ങനെ ഒന്നിനു മീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. അവൻ്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും അവൻ കാണുമാറാകില്ല. അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല. ഇതാണ് 2 ഉപമകളായി പറഞ്ഞിട്ടുള്ള ഈ 2 വാക്യങ്ങളുടെ ചെറിയമുണ്ടം പരിഭാഷയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി മുജാഹിദുകളുടെ തന്നെ മറ്റൊരു പരിഭാഷയായ അമാനി പരിഭാഷയിൽ നിന്ന് വായിക്കാം. അവിശ്വസിച്ചിട്ടുള്ളവരാകട്ടെ അവരുടെ കർമ്മങ്ങൾ മരുഭൂമിയിലെ കാനൽ ജലം പോലെയാകുന്നു. ദാഹിച്ചാൽ അത് വെള്ളമാണെന്ന് ധരിക്കുന്നു. അങ്ങനെ അവൻ അതിനടുത്ത് ചെല്ലുമ്പോൾ അതിനെ യാതൊരു വസ്തുവായും കണ്ടെത്തുകയില്ല. അവൻ അതിനടുത്ത് അള്ളാഹുവിനെ കണ്ടെത്തുന്നതാണ്. അപ്പോൾ അവൻ്റെ വിചാരണ അവൻ തികച്ചും നടത്തുന്നതാകുന്നു. അള്ളാഹു വിചാരണ വേഗം കഴിക്കുന്നവനത്രയേ. അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾ ആഴമേറിയ ഒരു സമുദ്രത്തിലെ അന്ധകാരങ്ങളെപ്പോലെയാകുന്നു. അതിനെ, അതായത് ആ സമുദ്രത്തെ തിരമാല മൂടിക്കൊണ്ടിരിക്കുന്നു. അതിനു മീതെ തിരമാലയുണ്ട്, അതിനു മീതെ കാർമേഘവും. അങ്ങനെ ഒന്നിനു മീതെ ഒന്നായിക്കൊണ്ടുള്ള വിവിധ അന്ധകാരങ്ങൾ. തൻ്റെ കൈകൾ പുറത്തു കാട്ടിയാൽ അവനത് കാണുമാറാകില്ല. അത്രയും വമ്പിച്ച ഇരുട്ട്. അള്ളാഹു ആർക്ക് പ്രകാശം ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല തന്നെ. ഇനി റാസി തഫ്സീറിൻ്റെ മലയാള പരിഭാഷയിൽ നിന്ന് വായിക്കാം. അവിശ്വസിച്ചവരുടെ കർമ്മങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാകുന്നു. ദാഹിച്ചവൻ അത് വെള്ളമാണെന്ന് കരുതും. അടുത്തേക്ക് ചെന്നാൽ ഒന്നും കാണുകയുമില്ല. എന്നാൽ തൻ്റെ അടുത്ത് അള്ളാഹുവെ അവൻ കണ്ടെത്തും. അപ്പോഴവന് കണക്ക് തീർത്തു കൊടുക്കുന്നതാണ്. അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനത്രേ. അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെ. തിരമാല അതിനെ പൊതിയുന്നു. അതിനു മീതെ വീണ്ടും തിരമാല, അതിനു മീതെ കാർമേഘം, അങ്ങനെ ഒന്നിനു മീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും കാണുമാറാകില്ല. അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവനില്ല പ്രകാശം. ഇനി കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ സുന്നി തഫ്സീറിൽ കൊടുത്തിട്ടുള്ള പരിഭാഷ. സത്യനിഷേധികളുടെ ധർമ്മം പോലെയുള്ള പ്രവൃത്തികൾ മരുഭൂമിയിലെ മരീചിക പോലെയാണ്. ദാഹിച്ചവൻ അത് വെള്ളമാണെന്ന് ധരിക്കുന്നു. അങ്ങനെ അവൻ അവിടെ ചെന്നു നോക്കിയാൽ ഒന്നും കാണുകയില്ല. ആ സത്യനിഷേധി തൻ്റെ പ്രവർത്തനങ്ങൾക്കടുത്ത് അള്ളാഹുവിൻ്റെ നിയമത്തെ കാണുന്നതാണ്. അങ്ങനെ അതിൻ്റെ പ്രതിഫലം അവൻ പൂർണ്ണമാക്കി കൊടുക്കും. അള്ളാഹു വേഗം കണക്ക് പരിശോധിക്കുന്നവനാകുന്നു. അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ആഴക്കടലിലെ അന്ധകാരങ്ങൾ പോലെയാണ്. തിരമാലകൾ അതിനെ മേൽക്കുമേൽ മൂടിക്കളഞ്ഞിരിക്കുന്നു. അതിൻ്റെ മേലെ കാർമേഘവുമുണ്ട്. അങ്ങനെ ഒന്നിനു മീതെ ഒന്നായിക്കൊണ്ട് പലതരം അന്ധകാരങ്ങൾ. തൻ്റെ കൈ പുറത്തു കാട്ടിയാൽ അവനത് കാണുമാറാകില്ല. അത്രയും കുരിരുട്ട്. അള്ളാഹു പ്രകാശം നൽകാത്തവർക്കൊട്ടും പ്രകാശം ലഭിക്കുന്നതല്ല.
മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആന്റെ മലയാള പരിഭാഷ. നേരെ മറിച്ച് നിഷേധിച്ചവരുണ്ടല്ലോ, അവരുടെ കർമ്മങ്ങൾ നിർജ്ജലമായ മരുഭൂമിയിലെ കാനൽ പോലെയാകുന്നു. ദാഹാർത്തൻ അതിനെ ജലമെന്ന് നനച്ചു. അവിടെ ചെന്ന് നോക്കിയപ്പോഴോ യാതൊന്നും കണ്ടില്ല. പ്രത്യുത അവൻ അവിടെ കണ്ടെത്തിയത് അള്ളാഹുവിനെയാകുന്നു. അള്ളാഹുവോ അവന് തികച്ചും കണക്ക് തീർത്തു കൊടുത്തു. കണക്ക് തീർക്കുന്നതിന് അള്ളാഹുവിനൊട്ടും താമസം വേണ്ട. അല്ലെങ്കിൽ പിന്നെ അവൻ്റെ ഉപമ ഇങ്ങനെയാകുന്നു: ഒരു അഗാധ സാഗരത്തിൻ്റെ ഇരുട്ടുകൾ, അതായത് തിര മൂടിയിരിക്കുന്നു, അതിനു മീതെ മറ്റൊരു തിര, അതിനു മീതെ മേഘം, ഇരുട്ടിന്മേൽ ഇരുട്ട് കുന്നുകൂടി കിടക്കുന്നു. ഒരുവൻ കൈ പുറത്തേക്കിട്ടാൽ അതുപോലും അവൻ കാണുകയില്ല. ആർക്ക് അള്ളാഹു വെളിച്ചം നൽകുന്നില്ലയോ അവന് പിന്നെ യാതൊരു വെളിച്ചവുമില്ല. ഇപ്പം ഞാൻ ഈ 5 പരിഭാഷകളിൽ നിന്ന് ഈ 2 വാക്യങ്ങളും 39, 40 എന്ന 2 വാക്യങ്ങളും വായിച്ച് കേൾപ്പിച്ചു. ഇത് വായിച്ച് കേട്ടാൽ 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും ജീവിച്ചിരുന്ന അന്നത്തെ അറബികളായ സാധാരണ മനുഷ്യർക്ക് എന്താണ് മനസ്സിലാവുക? വളരെ ലളിതമാണ്. അമൂർത്തമായ ഒരു ആശയത്തെ അറബികളായ ആ മനുഷ്യർക്ക് നിത്യജീവിതത്തിൽ പരിചയമുള്ള 2 കാര്യങ്ങളുമായി തുലനം ചെയ്തുകൊണ്ട് ഉപമയായിട്ട് അവതരിപ്പിച്ചതാണിത്. എന്താണ് പറയുന്ന ആശയം? അവിശ്വാസികളായ ആളുകൾ. എന്താണ് ഇവിടെ അവിശ്വാസി എന്ന് പറഞ്ഞാൽ? അതിന് കൃത്യമായ നിർവചനമുണ്ട്. ഇതാ ഇബ്നു അബ്ബാസും ജലാലൈനൊക്കെ അതിൻ്റെ തഫ്സീറിൽ അതിൻ്റെ പരിഭാഷയിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്: മുഹമ്മദിൽ വിശ്വസിക്കാത്ത, മുഹമ്മദിൻ്റെ ഖുർആനിൽ വിശ്വസിക്കാത്ത ആളുകളെയാണ് അവിശ്വാസികൾ എന്ന് പറയുന്നത്. അതല്ലാതെ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ദൈവം എന്നൊരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കാത്ത നിരീശ്വരവാദികളെ അല്ല അവിശ്വാസികൾ എന്ന് ഖുർആൻ വിളിക്കുന്നത്. തീർത്തും മതനിഷേധികളായിട്ടുള്ള ആളുകളെ അല്ല അവിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. ജൂതരും ക്രിസ്ത്യാനികളും ഒക്കെ ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ്, അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ അവിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചാലും, ദൈവത്തിൻ്റെ പ്രവാചകരിൽ വിശ്വസിച്ചാലും, ദൈവത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചാലും, ദൈവം ഉണ്ടാക്കിയെന്ന് ഇവർ തന്നെ പറയുന്ന മറ്റു മതങ്ങളിൽ വിശ്വസിച്ചാലും ഒന്നും അവർ വിശ്വാസിയാവില്ല. അവരൊക്കെ അവിശ്വാസികളാണ്. മുഹമ്മദിൻ്റെ ഉഡായിപ്പുകളിൽ വിശ്വസിക്കണം. മുഹമ്മദ് വടായി പറഞ്ഞതൊക്കെ ദൈവത്തിൻ്റെ വെളിപാടാണ്, ഖുർആൻ ദൈവീകമാണ് എന്ന് വിശ്വസിക്കണം. പിന്നെ മുഹമ്മദ് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും വിശ്വസിച്ച് മുഹമ്മദിനെ അനുസരിച്ച് മുഹമ്മദിൻ്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കിയിരിക്കുന്ന കുറച്ച് വിശ്വാസികൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ആ വിശ്വാസികൾ ഒഴികെയുള്ള ബാക്കി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവിശ്വാസികൾ എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ മുഹമ്മദിൻ്റെ മുമ്പിൽ മക്കയിലുണ്ടായിരുന്ന ആളുകളുണ്ട്. 13 കൊല്ലം മുഹമ്മദ് സംബോധന ചെയ്ത മക്കക്കാരുണ്ട്. അതേപോലെ തന്നെ മദീനയിൽ മുഹമ്മദിൻ്റെ കൂടെ ചേർന്ന ആളുകളിൽ തന്നെ മുഹമ്മദിനെ വേണ്ടത്ര വിശ്വാസമില്ലാത്ത കുറച്ച് ആളുകളുണ്ട്. അതുകൂടാതെ ജൂതഗോത്രങ്ങളിലും മറ്റും പെട്ട മറ്റാളുകളുണ്ട്. അവരെല്ലാവരെയും മനസ്സിൽ വെച്ചുകൊണ്ട് മുഹമ്മദിൽ വിശ്വസിക്കാത്ത, മുഹമ്മദിൻ്റെ ഉഡായിപ്പുകളിൽ വിശ്വസിക്കാത്ത മുഴുവൻ ആളുകളെയും സംബോധന ചെയ്തുകൊണ്ടാണ് അവർക്ക് വരാൻ പോകുന്ന ഗതിയെക്കുറിച്ചാണ് ഈ 2 വാക്യങ്ങളിൽ ഉപമയായിട്ട് പറയുന്നത്. അവർ എത്ര നന്മ ചെയ്ത മനുഷ്യരാണെങ്കിലും ശരി, അവിടെയാണ് അടിസ്ഥാനപരമായ ഈ 2 ആയത്തിലെ പോയിന്റ്. ഇസ്ലാം എന്ന മതം എത്രത്തോളം വൃത്തികെട്ട ഒരാശയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഈ 2 ഉപമാവാക്യങ്ങൾ നമുക്കെടുക്കാം. ഇവിടെ നല്ല മനുഷ്യരോടാണ് പറയുന്നത്. മക്കയിൽ നല്ല മനുഷ്യരുണ്ടായിരുന്നു എന്ന് ഖുർആൻ വായിച്ചാൽ ആർക്കും മനസ്സിലാവും. അവിടെ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്ന ആളുകളുണ്ട്, അവിടെ ദൈവത്തിനെ ആരാധിച്ചിരുന്ന ആളുകളുണ്ട്, അവിടെ അടിമകളെ മോചിപ്പിച്ചിരുന്ന ആളുകളുണ്ട്, അവിടെ ഒട്ടകങ്ങളെയും ആടുകളെയും ദൈവങ്ങൾക്ക് ബലി നൽകുകയും പാവങ്ങൾക്ക് സക്കാത്ത് നൽകുകയും ചെയ്തിരുന്ന ആളുകളുണ്ട്, മറ്റുള്ളവരെ സഹായിച്ചിരുന്ന ആളുകളുണ്ട്, തീർത്ഥാടകർക്ക് വെള്ളം കൊടുത്തിരുന്ന, അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന, അവരെ ആദരിച്ചിരുന്ന ആളുകളുണ്ട്. അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും അവിടുത്തെ ഗോത്ര നിയമങ്ങളും അവിടുത്തെ മത നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരുപാട് നല്ല മനുഷ്യർ മക്കയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ മദീനയിലും മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പറയുന്ന നന്മകളൊക്കെ ചെയ്തിരുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു. ആ ആളുകളുടെ മുഖത്തേക്ക് നോക്കി നിങ്ങളുടെ സൽക്കർമ്മങ്ങളൊന്നും, നിങ്ങൾ ചെയ്ത നന്മകളൊന്നും, നിങ്ങൾ ചെയ്ത പുണ്യപ്രവൃത്തികളൊന്നും, നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരവിശ്വാസമോ മതവിശ്വാസമോ ഒന്നും തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. അങ്ങനെ പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷ ഇതാ ഇതുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മരുഭൂമിയിലെ മരീചികയെ ഉപമയാക്കി അവതരിപ്പിക്കുന്നത്. അപ്പോൾ മരുഭൂമിയിൽ നിങ്ങളിങ്ങനെ ചില സമയത്ത് നടന്നു പോകുമ്പോൾ ദൂരെ വെള്ളം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നും. വേനൽക്കാലത്തൊക്കെ നമ്മൾ കുറേ ദൂരത്തേക്ക് നമ്മളെ ഹൈവേ റോഡുകളൊക്കെ കാണുന്ന സ്ഥലത്ത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. ദൂരെ
റോട്ടിലിങ്ങനെ വെള്ളം നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പിന്നെ വണ്ടി ഓടിച്ച് നിങ്ങൾ അവിടെ അടുത്ത് എത്തുമ്പോഴാണ് അത് വെള്ളമല്ല എന്ന് തിരിച്ചറിയാം. അത് ഫിസിക്സ് പഠിച്ച ആളുകൾക്കറിയാം, മരീചിക എന്ന് പറയുന്ന ഒരു ഭൗതിക പ്രതിഭാസമാണ്, പ്രകാശവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ്. മരുഭൂമിയിൽ സദാ കാണുന്ന ഒരു പ്രതിഭാസമാണത്. കാരണം മരുഭൂമിയിൽ പല സ്ഥലത്തും താപനിലയിലുള്ള വ്യത്യാസം കാരണം അവിടുത്തെ അന്തരീക്ഷ വായുവിൻ്റെ ഡെൻസിറ്റിയിൽ വ്യത്യാസം വരും. ആ ഡെൻസിറ്റി വ്യത്യാസങ്ങളുള്ള അന്തരീക്ഷ വായുവിലൂടെ പ്രകാശം കടന്നു വരുമ്പോൾ ആ പ്രകാശത്തിന് സംഭവിക്കുന്ന തുടർച്ചയായ റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം കാരണമാണ് പല വികലമായ ഇമേജുകളും നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്നത്. അതിനെയാണ് നമ്മൾ മരീചിക എന്ന് പറയുന്നത്. ആ മരീചിക മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ചില സ്ഥലത്ത് വെള്ളം നിൽക്കുന്നതായിട്ട് തോന്നുകയും ദാഹിച്ചു വലഞ്ഞ ഒരാൾ അത് വെള്ളമാണെന്ന് കരുതി ആ വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് നടന്നു ചെന്നാൽ അവിടെ ഒന്നും കാണുകയില്ല എന്നതാണ് ഇവിടെ ഉപമിച്ചിട്ടുള്ളത്. അതുപോലെ ആയിരിക്കും നിങ്ങൾ ഇവിടെ സത്യമെന്ന് നിങ്ങൾ കരുതുന്ന മതങ്ങളിൽ വിശ്വസിച്ച്, ദൈവങ്ങളിൽ വിശ്വസിച്ച്, പുണ്യകർമ്മങ്ങൾ ചെയ്ത്, ദാനധർമ്മങ്ങൾ ചെയ്ത്, നന്മകൾ ചെയ്ത് ജീവിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്ന് നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇതേ അവസ്ഥയായിരിക്കും. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ കഠിനമായി ശിക്ഷിച്ച് നരകത്തിലെറിയാൻ കാത്തിരിക്കുന്ന ഒരു അള്ളാഹുവിനെ ആയിരിക്കും നിങ്ങളവിടെ കാണുക. ആ അള്ളാഹു പിടിച്ച് നിങ്ങളെ നരകത്തിലിടും എന്നാണ് മക്കയിലും മദീനയിലുമുള്ള നല്ല മനുഷ്യരോട്, നന്മ ചെയ്തിരുന്ന മനുഷ്യരോട് മുഹമ്മദ് പറയുന്നത്. മുഹമ്മദിനെ അനുസരിക്കാത്ത, മുഹമ്മദിൻ്റെ ഉടായിപ്പുകൾ വിശ്വസിക്കാത്ത ആളുകളോടാണ് മുഹമ്മദ് ഈ പറഞ്ഞത്. ഇവിടെ മരുഭൂമിയിലെ മരീചിക എന്നത് അന്നത്തെ അറബികൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ചിരപരിചിതമായ ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് പരിചിതമായ ഒരു കാര്യത്തെ ഉപമയാക്കി വെച്ചുകൊണ്ട് അവരോട് പറയാനുള്ള ഈ അമൂർത്തമായ ആശയം പറയുക എന്നതാണ് മുഹമ്മദിൻ്റെ ഈ ഉടായിപ്പ് വെളിപാടിലുള്ളത്. അതേ സമയത്ത് അറേബ്യ മരുഭൂമിയിൽ, അറേബ്യ നമുക്കറിയാം ഒരു ഉപദ്വീപാണ്, 3 ഭാഗവും കടലാണ്. അപ്പോൾ അറേബ്യ എന്ന് പറയുന്ന ആ ഉപദ്വീപിന് ഒരുപാട് കടൽ തീരമുണ്ട്. ഈ കടൽ തീരങ്ങളിൽ മുഹമ്മദ് ജനിക്കുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ ഉപജീവന മാർഗമായി സ്വീകരിച്ചിരുന്നത് മീൻപിടുത്തവും മുത്തു ശേഖരിക്കലുമാണ്. കക്ക മുങ്ങിത്തപ്പിയെടുത്ത് അതിൽ നിന്ന് മുത്തുകൾ ശേഖരിച്ച് ആ മുത്തുകൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് ഉപജീവനം കഴിച്ചിരുന്നവരാണ് അറബികൾ എന്ന് അറബികളുടെ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ അറേബ്യയിലും പരിസരത്തുമുള്ള ഒരു വിഭാഗം ആളുകൾ കടലുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിച്ചിരുന്നവരാണ്, മീൻ പിടിച്ചും മുത്തുപെറുക്കുകയും ജീവിച്ചിരുന്നവരാണ്. മറ്റൊരു വിഭാഗം മരുഭൂമിയിലൂടെ കച്ചവട യാത്രയും അതുപോലെ കന്നുകാലി വളർത്തലുമൊക്കെ ആയിട്ട് നടന്നിരുന്ന നാടോടികളാണ്. ഈ 2 വിഭാഗം അറബികൾക്കും അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് ചിരപരിചിതമായ 2 കാര്യങ്ങൾ ഉപമയായി, ഉദാഹരണമായി പറഞ്ഞുകൊണ്ടാണ് നല്ല മനുഷ്യരായി ജീവിച്ചാലും നിങ്ങളെ അള്ളാഹു പിടിച്ച് നരകത്തിലിടുമെന്ന ഈ വൃത്തികേട് ഖുർആൻ അവതരിപ്പിക്കുന്നത്. ആ മുത്തുപെറുക്കാൻ കടലിൽ മുങ്ങിയിരുന്ന ആളുകൾക്ക് പരിചയമുള്ള കാര്യമാണ് അത്. മുങ്ങുന്ന കടലിൽ കക്ക പെറുക്കാൻ അവർ കൈ നീട്ടുമ്പോൾ കടൽ എത്രത്തോളം ആഴത്തിലാണ് മുങ്ങുന്നത്, അതിനനുസരിച്ച് വെളിച്ചം കുറഞ്ഞു വരുന്നത് അറബികൾക്ക് പരിചയമുള്ള കാര്യമാണ്. അതേസമയത്ത് നല്ലപോലെ തിരമാലകൾ, മേൽക്കുമേൽ തിരമാലകൾ അടിക്കുന്ന സമയമാണെങ്കിൽ ആ സമയത്ത് കാഴ്ച പിന്നെയും മങ്ങിപ്പോകും. അപ്പോൾ അവർക്ക് കക്ക പെറുക്കാൻ കണ്ടുകൊണ്ട് പെറുക്കാൻ കഴിയില്ല, തപ്പി പെറുക്കേണ്ട അവസ്ഥ വരും. അതിനും പുറമെ ആകാശത്ത് മഴക്കാർ വന്ന് മൂടി വെയിൽ തീരെ ഇല്ലാതാവുകയും ഇരുട്ടാവുകയും ചെയ്താലോ മേൽക്കുമേൽ ഇരുട്ടുകളായി, കടലിൻ്റെ വെള്ളത്തിൻ്റെ ഇരുട്ട്, അതുകൂടാതെ തിരമാലകൾ മേൽക്കുമേലടിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഇരുട്ട്, അതുകൂടാതെ മഴക്കാർ മൂടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഇരുട്ട്, ഈ 3 ഇരുട്ടുകളും കൂടെ ചേർന്ന് കഠിനമായ ഇരുട്ടിൽ അകപ്പെട്ട ഒരുത്തനെ പോലെയായിരിക്കും ഇങ്ങനെയുള്ള അവിശ്വാസികളുടെ അവസ്ഥ മൊത്തത്തിൽ എന്നാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയുള്ള സമയത്ത് കൈ നീട്ടിയാൽ, ഇപ്പോൾ കക്ക പെറുക്കാൻ വേണ്ടി കൈ നീട്ടുന്ന ഒരാൾക്ക് കക്ക പോയിട്ട് സ്വന്തം കൈ പോലും കാണാൻ കഴിയില്ല, അത്രയ്ക്ക് ഇരുട്ടായിരിക്കുമെന്ന് കുറച്ച് അതിശയോക്തി ചേർത്തുകൊണ്ട്, കുറച്ച് കാവ്യാത്മക ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിച്ച ഒരു ഉപമയാണിത്. ഉപമകൾ അവതരിപ്പിക്കുന്നത് അമൂർത്തമായ അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര ഗ്രാഹ്യമല്ലാത്ത ഒരു ആശയത്തെ നമുക്ക് പരിചിതമായ, നമുക്ക് അറിവുള്ള, അനുഭവമുള്ള മറ്റൊരു കാര്യവുമായി താരതമ്യം ചെയ്തുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കാനാണ് ഭാഷയിൽ ഉപമ ഉപയോഗിക്കുന്നത്. അതല്ലാതെ
അതല്ലാതെ ഈ ഉപമ കേൾക്കുന്ന മനുഷ്യർക്ക് ഒന്നും മനസ്സിലാവാത്ത, അവർക്ക് ഒട്ടുമേ അറിവില്ലാത്ത, പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ആരോ കണ്ടെത്താൻ പോകുന്ന എന്തോ ശാസ്ത്രവിജ്ഞാനം അവർക്ക് പകർന്നു നൽകിക്കൊണ്ട് ഒരു തലക്ക് വെളിവുള്ള ആരും ഉപമ പറയില്ല. അങ്ങനെ ശാസ്ത്രം വല്ലതും വെളിപ്പെടുത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ, വിവേകവും തിരിച്ചറിവുള്ള ഒരു ദൈവം ശാസ്ത്രം വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അത് ഉപമ രൂപത്തിലോ അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിലോ അല്ല പറയുക, മറിച്ച് പ്രകൃതി പ്രതിഭാസങ്ങളുടെ പോരിശ പറയുന്ന വേറെ ഒരുപാട് സന്ദർഭങ്ങൾ ഈ ഖുർആനിലുണ്ട്. സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, ചെയ്ത്താൻ എറിയുന്നതിനെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നിടത്താണ് ശാസ്ത്രം വിളമ്പേണ്ടത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു ശാസ്ത്രവും ഈ ഖുർആനിൽ വിളമ്പിയിട്ടില്ല. എവിടെയും ഒരു ശാസ്ത്രവും വിളമ്പിയിട്ടില്ല. അന്നത്തെ അറബികൾക്ക് അറിയാത്ത ഒരു കാര്യവും ഈ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതായിരുന്നു എൻ്റെ വെല്ലുവിളി. പിന്നീട് മനുഷ്യർ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ കണ്ടെത്തിയ എന്തെങ്കിലും ഒരു അറിവ് മുഹമ്മദിൻ്റെ ഈ വെളിപാടുകളിലൂടെ അന്നത്തെ അറബികൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണം കൊണ്ടുവരൂ എന്നായിരുന്നു ഞാൻ അന്ന് വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളിക്ക് മറുപടിയായിട്ടാണ് ഈ ഉപമയും കൊണ്ടുവന്നിട്ട് പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ കബളിപ്പിക്കാൻ ശ്രമിച്ചത്. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ആശയത്തിൻ്റെ അയുക്തികതയും മനുഷ്യത്വരാഹിത്യവും ഒന്നുകൂടെ ഊന്നി പറയാൻ ആഗ്രഹിക്കാം. ഈ മതം പഠിപ്പിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ആശയമാണിത്. എന്തുകൊണ്ടാണ് ഈ മതം വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ധാർമ്മികമായി പിന്നോക്കം പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇവിടെ കുടികൊള്ളുന്നുണ്ട്. കാരണം ഇതിൻ്റെ മുമ്പത്തെ ആയത്തുകളിൽ നമ്മൾ വിശദീകരിച്ചു, വിശ്വാസിയാണെങ്കിൽ അയാൾ എന്ത് തിന്മ ചെയ്താലും ശരി, എന്ത് തെറ്റ് ചെയ്താലും ശരി, ജീവിതകാലം മുഴുവൻ തമ്മാടിത്തങ്ങളും തോന്നിവാസങ്ങളും ചെയ്ത് ജീവിച്ചാലും ശരി, അയാൾ ഈ തൗഹീദ് ഒന്ന് കള്ളസാക്ഷ്യം പറഞ്ഞുകൊണ്ട് മരിച്ചാൽ അയാൾക്ക് മോക്ഷം കിട്ടും, അയാളെ സ്വർഗത്തിലാക്കും എന്ന വൃത്തികെട്ട ആശയമാണ് ഈ മതം പഠിപ്പിക്കുന്നത്. ആ ആശയത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഇത്. അതിൻ്റെ നേരെ മറുവശമാണ് ഈ പറയുന്നത്. എത്ര നല്ല മനുഷ്യരായി ജീവിച്ചാലും, ജീവിതകാലം മുഴുവൻ നന്മകൾ മാത്രം ചെയ്ത് ജീവിച്ചാലും, മരിക്കുന്നത് വരെ ഈ അള്ളാഹു എന്ന ഈ വ്യാജപ്പടച്ചോൻ്റെ പേരിൽ ഒരു കള്ളസാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഈ മതം വിശ്വസിക്കുകയും ഈ മുഹമ്മദ് എന്ന തട്ടിപ്പുകാരൻ അംഗീകരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് നിത്യനരകമാണ്. അയാളുടെ നന്മകളെല്ലാം മരുഭൂമിയിലെ മരീചിക പോലെയായി പോകും, അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ട് പോലെ അയാൾ ഇരുട്ടിലകപ്പെട്ടു പോകും. മറ്റൊരു ഉപമ വേറൊരു സ്ഥലത്ത് പറയുന്നത് ചിതറിയ ധൂളി പോലെയാകും അങ്ങനെയുള്ളവർ ചെയ്ത സൽക്കർമ്മങ്ങളും നന്മകളും എന്നാണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ആയത്ത് കാണിച്ചിരുന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നും, മതവിശ്വാസമോ ദൈവവിശ്വാസമോ അല്ല, മനുഷ്യരും തമ്മിലുള്ള സാമൂഹിക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർ ധാർമ്മിക ജീവിതം നയിക്കേണ്ടത് എന്നും മനസ്സിലാക്കുന്ന ഒരു പരിഷ്കൃത ലോകത്ത്, ഒരു ബഹുസ്വര ലോകത്ത്, ബഹുവർണ്ണ ലോകത്ത് ജീവിക്കുന്ന നമ്മളുടെ മുമ്പിൽ ഈ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയം അങ്ങേയറ്റം സങ്കുചിതമാണ്, വർഗീയമാണ്, വൃത്തികെട്ടതാണ്, അധാർമികമാണ് എന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമില്ല. ആ അധാർമികതയെ ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിച്ച രണ്ട് ഉപമകളാണ് ഇവിടെ നമ്മൾ ഈ രണ്ട് ഖുർആൻ വാക്യങ്ങളിലൂടെ വായിച്ചത്. ഇനി ഇതിൽ വായിച്ച ഈ 40-ാമത്തെ വാക്യത്തിലെ ഈ ആഴക്കടലിൻ്റെ ഇരുട്ടിൻ്റെ മേൽക്കുമേൽ തിരമാല അടിച്ചിട്ടും മഴക്കാറ് മൂടിയിട്ടും ഇരുട്ടായ സമയത്ത് മേൽക്കുമേൽ ഇരുട്ട് വന്നിട്ട് ഇരുട്ടിൽ മൂടുന്നതിൻ്റെ ഈ ഉപമയെ എങ്ങനെയാണ് മുഫസ്സിറുകൾ ആദ്യകാലത്ത് വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഏതെങ്കിലും ഒരു തഫ്സീറിൽ ഈ സിന്ദാനി പ്രോജക്റ്റിന് ശേഷം വന്ന ഉഡായിപ്പുകളിലല്ലാതെ ഇതിനകത്ത് ആരെങ്കിലും ശാസ്ത്രം കണ്ടെത്തിയതായിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആരും ഇത് മനസ്സിലാക്കിയിട്ടില്ല. അന്നത്തെ അറബികൾ പോയിട്ട് ഈ 20-ാം നൂറ്റാണ്ടിൽ ഈ സിന്ദാനിയും കൂട്ടരും ഈ തട്ടിപ്പ് പ്രോജക്റ്റ് തുടങ്ങുന്നത് വരെയും ലോകത്ത് ഒരു ഖുർആൻ വ്യാഖ്യാതാവും ഒരു പണ്ഡിതനും ഇതിനകത്ത് ഈ ഉപമയ്ക്കകത്തൊന്നും ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. ഈ രണ്ട് വാക്യങ്ങളുടെയും വ്യാഖ്യാനം ഒരുമിച്ച് ഇമാം റാസിയുടെ തഫ്സീറിൽ കൊടുത്തത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കഴിഞ്ഞ സൂക്തങ്ങളിൽ സത്യവിശ്വാസിയുടെ അവസ്ഥ വിവരിച്ചു. സൽക്കർമ്മങ്ങൾ മുറുകെ പിടിച്ചതിനാൽ അവൻ വെളിച്ചത്തിലാണ്, പരത്തിൽ അവന് മഹത്തായ പ്രതിഫലവുമുണ്ട്. തുടർന്ന് അവിശ്വാസിയുടെ പരിണാമം വിവരിക്കുന്നു. ഇഹത്തിലെ അവൻ എല്ലാത്തരം അന്ധകാരങ്ങളിലുമാണ്, പരലോകത്തോ അവൻ കടുത്ത നഷ്ടത്തിലുമാവും. പരലോകത്തെ അവൻ്റെ പരാജയത്തിൻ്റെ ഉപമയാണ് പ്രഥമ സൂക്തത്തിൽ. അവൻ്റെ കർമ്മങ്ങളെ മരീചികയോടാണ് ഉപമിച്ചത്. മരുഭൂമിയിൽ ദാഹിച്ചവശനായവന് ജലവും കാനൽ ജലവും തിരിച്ചറിയാൻ കഴിയില്ല.
അതായത് അവിശ്വാസിയുടെ മിഥ്യയായ വിശ്വാസവും അതുമായി കെട്ടുപിണഞ്ഞ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ സമക്ഷം സമീകരിക്കപ്പെടുകയില്ല. അവ പുണ്യകർമ്മമാണെന്ന് തെറ്റിദ്ധരിച്ചു ചെയ്തതാണെങ്കിലും അല്ലാഹുവല്ലാത്തവർക്ക് ചെയ്ത നേർച്ചകളും വഴിപാടുകളും ആരാധനകളും പൂജകളും വഴിപ്പെടലുകളുമെല്ലാം ഈ കാനൽ ജലമായാലും പര്യവസാനിക്കുക പരലോകത്ത് അവയൊന്നും ഉപകാരപ്പെടില്ല. എന്നാൽ അവൻ്റെ പാപകർമ്മങ്ങൾക്ക് അവിടെ തികച്ചു തന്നെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ദാഹജലം തേടി കാനൽ ജലത്തിലേക്ക് പോയവൻ്റെ അലച്ചിലും വലച്ചിലും ഹതാശയുമാണ് ഈ ഉപമ വരച്ചു കാട്ടുന്നത്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നാൽ അവിടെ മരണത്തെയും തുടർന്ന് മരണാനന്തര ജീവിതത്തെയും കണ്ടുമുട്ടും എന്നർത്ഥം. അവിടെ ഒന്നും കാണില്ല എന്നാണല്ലോ പ്രയോഗം. അതായത് അവൻ പ്രതീക്ഷിച്ചതൊന്നും കാണില്ല. പരലോകത്ത് അവന് ശുപാർശകരാവുമെന്ന് കരുതിയ ദൈവങ്ങളോ മുതൽക്കൂട്ടാവുമെന്ന് കരുതിയ പുണ്യങ്ങളോ ഉപകാരപ്പെടുന്ന രീതിയിൽ അവിടെ കാണില്ല എന്നർത്ഥം. രണ്ടാമത്തെ സൂക്തം അവരുടെ വിശ്വാസത്തിലെ കുഴപ്പമാണ് വിശകലനം ചെയ്യുന്നത്. അതിൽ നിന്ന് യാതൊരു വെളിച്ചവും ലഭ്യമല്ല. ഇവിടെ 3 തരം അന്ധകാരത്തോടാണ് അവരുടെ ആദർശപരമായ കുഴപ്പത്തെ വിശദീകരിച്ചത്. കടലിൻ്റെ അന്ധകാരം, അതിനുമേൽ തിരകളുടെ അന്ധകാരം, അതിനുമീതെ മേഘങ്ങളുടെ അന്ധകാരം. ഇപ്രകാരം അവിശ്വാസി 3 തരം അന്ധകാരത്തിലാണ്. അവൻ്റെ വാക്കും ചെയ്തിയും വിശ്വാസവും അവൻ്റെ കാഴ്ചയും കേൾവിയും ചിന്തയും ഇപ്രകാരം തന്നെ. അവയൊന്നും അവനെ വെളിച്ചത്തിലേക്ക് നയിക്കില്ല. ഇതാണ് ഇതിൻ്റെ ശരിയായ വ്യാഖ്യാനം. ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ ഉപമയിൽ ആഴക്കടലിൻ്റെ ഇരുട്ടും അതുകൂടാതെ ആ കടലിനെ പൊതിയുന്ന മേൽക്കുമേൽ ഉയർന്നു വരുന്ന തിരമാലകൾ സൃഷ്ടിക്കുന്ന ഇരുട്ടും അതിനു മുകളിൽ മേഘങ്ങൾ സൃഷ്ടിക്കുന്ന ഇരുട്ടും, അങ്ങനെ മേൽക്കുമേൽ ഈ 3 ഇരുട്ടുകൾക്കിടയിൽ അകപ്പെട്ടു പോകുന്ന ഒരാളെപ്പോലെ ആയിരിക്കും ഈ അവിശ്വാസിയുടെ അവസ്ഥ. അവർക്ക് ഒരിറ്റ് വെളിച്ചം എവിടെ നിന്നും കിട്ടുകയില്ല. കാരണം അവരുടെ അവിശ്വാസമാകുന്ന കൂരിരുട്ടിലാണ് അവർ കഴിയുന്നത് എന്നാണ് ഈ ഉപമയിലൂടെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഖുർആൻ വിശ്വസിച്ചുകൊണ്ട്, ഈ മുഹമ്മദൻ മണ്ടത്തരങ്ങൾ വിശ്വസിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം പാഴാക്കുകയും ജീവിതത്തിൻ്റെ യഥാർത്ഥ ധാർമ്മിക മൂല്യങ്ങളെയും ധർമ്മങ്ങളെയും നീതിയെയും തിരിച്ചറിയാതെ ഇതിനകത്ത് എഴുതി വെച്ച വിഡ്ഢിത്തങ്ങളും വൃത്തികേടുകളുമാണ് ഏറ്റവും ശരിയെന്നും അതാണ് ധാർമ്മികത എന്നും തെറ്റിദ്ധരിച്ച് ഇവിടെ ജീവിതം പാഴാക്കുന്ന ഈ വിശ്വാസി സമൂഹത്തെക്കുറിച്ച് ഈ ഉപമ മാറ്റി പറഞ്ഞാൽ അത് 100% ആപ്റ്റായിരിക്കും. അവരാണ് യഥാർത്ഥത്തിൽ ഇരുട്ടിൽ കഴിയുന്നത്. അവർക്ക് ധാർമ്മികത എന്തെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് ശരി തെറ്റുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അവർ 7-ാം നൂറ്റാണ്ടിലെ ഏതോ മാനസിക വിഭ്രാന്തി ബാധിച്ച അറിവും സംസ്കാരവും ഇല്ലാത്ത ഒരു ഗോത്രമനുഷ്യൻ എഴുന്നള്ളിച്ച വിഡ്ഢിത്തങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഇരുട്ടിൻ്റെ പടുകുഴിയിൽ ആണ്ട് കിടക്കുകയാണ് ഈ വിശ്വാസിക്കൂട്ടം. അതുകൊണ്ട് ഈ ഉപമ അവരെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അല്പമെങ്കിലും വെളിച്ചമുള്ള ഒരു ലോകം കാണണമെങ്കിൽ നിങ്ങൾ ഈ പടുകുഴിയിൽ നിന്ന് കയറി ചുറ്റുപാടുമുള്ള കാറ്റും വെളിച്ചവുമുള്ള ലോകമൊന്ന് കാണാൻ ശ്രമിക്കുക എന്നാണ് ഈ ഉപമയെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പറയാനുള്ളത്. ഈ മുഹമ്മദിലും മുഹമ്മദിൻ്റെ ഉഡായിപ്പിലും വിശ്വസിക്കാത്ത മനുഷ്യർ ചെയ്യുന്ന നന്മകൾക്കൊന്നും തന്നെ യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല. അതൊക്കെ ധൂളിയായി ചിതറിപ്പോകുമെന്നും അതൊക്കെ മരുഭൂമിയിലെ മരീചിക പോലെ മിഥ്യയാകുമെന്നും അങ്ങനെയുള്ള ആളുകൾ ആഴക്കടലിലെ ഇരുട്ട് പോലെ ഇരുട്ടിലായിരിക്കുമെന്നും ഒക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വളരെ ലളിതമായി നമുക്ക് സാമാന്യ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് മനുഷ്യർ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ അകപ്പെട്ടു പോകുന്നത്? ഒരാൾ മുസ്ലിം ആകുന്നത്, ഒരാൾ ഇസ്ലാം മത വിശ്വാസിയാകുന്നത് സ്വാഭാവികമായും എങ്ങനെയാണ് എന്ന് നമ്മൾ ചുറ്റും നോക്കിയൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ മുമ്പിൽ ഒരുപാട് കഥകൾ ഇതുപോലെയുണ്ട്. ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് ദൈവങ്ങളുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, ഒരുപാട് ധർമ്മോപദേശ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കെ ഇതെല്ലാം മലർത്തി വെച്ച് നോക്കി പഠിച്ച് പരിശോധിച്ച് ഇതിൽ നിന്ന് ഏതാണ് ഏറ്റവും ശരി എന്ന് കണ്ടെത്തി ആ ശരിയെ സ്വന്തം ശരിയായി സ്വീകരിച്ച ആരെങ്കിലും ഈ ലോകത്തുണ്ടാവുമോ? അങ്ങനെ എല്ലാ മതങ്ങളെയും ആഴത്തിലും പരപ്പിലും പഠിച്ച് അതിൽ നിന്ന് ഏറ്റവും ശരിയായ മതം കണ്ടെത്തിയിട്ടാണോ നമ്മളൊക്കെ മതം വിശ്വസിക്കുന്നവരായത്? അല്ല. നമ്മളൊക്കെ എവിടെയാണോ പെട്ടുപോകുന്നത് അവിടെ നമ്മളെ കുട്ടിക്കാലം മുതൽ പഠിപ്പിക്കുന്ന കഥയെന്തോ ആ കഥ സത്യമാണ് എന്ന് കണ്ണും പൂട്ടി നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജനിച്ചുപോയി എന്നതുകൊണ്ട് ആ കഥ ശരിയാണ് എന്ന് പറയുന്നത് എത്രമാത്രം അയുക്തികമാണ്. അതുപോലെ തന്നെയല്ലേ മറ്റൊരാൾ, ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി
ചെറുപ്പം മുതലേ ആ ക്രിസ്തു മതത്തിൻ്റെ വിശ്വാസങ്ങളും കഥകളും കേട്ട് പഠിച്ച് അത് വിശ്വസിച്ച് ജീവിച്ച് ക്രിസ്ത്യാനിയായി ജീവിച്ച് മരിച്ചു പോകുന്നു. അതുപോലെ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്നവൻ ആ ഹിന്ദു കുടുംബത്തിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന അറിവിൻ്റെയും വിശ്വാസത്തിൻ്റെയും ശീലങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവിച്ച് മരിച്ചു പോകുന്നു. ഇങ്ങനെ ലോകത്ത് ആയിരക്കണക്കിന് മതങ്ങൾ ഇന്ന് ജീവനുള്ളതുണ്ട്, ഇതിനു മുമ്പ് മരിച്ചുപോയ മതങ്ങളുണ്ട്, ഇനി ജനിക്കാൻ കിടക്കുന്ന മതങ്ങളുണ്ട്. ഇതിലൊക്കെ ആളുകൾ പെട്ടുപോകുന്നത് ഇങ്ങനെയാണ്. 99% ആളുകളും ഈ മതങ്ങളിലൊക്കെ പെട്ടുപോകുന്നത് ഇങ്ങനെ എവിടെയാണോ പെറ്റുപോകുന്നത് അവിടെ പെട്ടുപോകുന്നതാണ്. അതിലേതെങ്കിലും ഒരു മതം മാത്രമാണ് ശരിയെങ്കിൽ, അതിലേതെങ്കിലും ഒരു ദൈവം മാത്രമാണ് ശരിയെങ്കിൽ ആ ദൈവവും ആ മതവും എത്രമാത്രം അയുക്തികം മാത്രമല്ല, അത് എത്രമാത്രം വൃത്തികെട്ടതാണ്. കാരണം ഈ ദൈവം ഇതൊക്കെ കാണുന്നില്ലേ? അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം ഇതൊക്കെ കാണുന്നില്ലേ? ഇങ്ങനെ മനുഷ്യർ ഓരോ വിഭാഗം മനുഷ്യർ ഓരോ വിഭാഗത്തിൽ പെട്ടുപോയി എന്നതുകൊണ്ട് ആ കഥകൾ വിശ്വസിച്ച് ജീവിക്കുന്നു. അവർക്ക് നന്മ എന്ന് തോന്നുന്ന ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളനുസരിച്ച് ജീവിക്കുന്നു. അവരവരുടെ കുറ്റം കൊണ്ടാണോ അവരങ്ങനെ ജീവിക്കുന്നത്? അവരവരുടെ കുറ്റം കൊണ്ടാണോ അങ്ങനെ വിശ്വസിക്കാനിടയായത്? ഇതിലേതെങ്കിലും ഒന്ന്, ഇപ്പം ഈ പറയുന്ന മുഹമ്മദ് പറയുന്ന കഥ മാത്രമാണ് സത്യമെങ്കിൽ, ഈ അള്ളാഹു മാത്രമാണ് ഒറിജിനൽ ദൈവമെങ്കിൽ, ആ ദൈവം ഇതൊക്കെ കണ്ടുകൊണ്ട് ആകാശത്ത് ഒളിച്ചിരുന്നിട്ട് ഈ കള്ളക്കളി ആസ്വദിക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ദൈവം ചെയ്യേണ്ടത്, നേരും നെറിയുള്ള ഒരുത്തനാണ് ദൈവമെങ്കിൽ ആ ദൈവം ചെയ്യേണ്ടത് ലോകത്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവരുടെയും ഭാഷയിൽ ഒരു പുസ്തകം കൊടുത്തയച്ചുകൊണ്ട് ഈ ഏജൻറ്റുമാരെ പറഞ്ഞയച്ച് കള്ളക്കളി കളിക്കുന്നതിന് പകരം എല്ലാവർക്കും ബോധ്യപ്പെടുന്ന തരത്തിലുള്ള തെളിവുകളും ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുത്തുകൊണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ, അതല്ലെങ്കിൽ എല്ലാവരുടെയും ഭാഷയിൽ ഒരേ സമയത്ത് ഒരുമിച്ച് ആശയങ്ങൾ കൊടുത്തയച്ചുകൊണ്ടും ആ ആശയങ്ങൾ ദൈവം കൊടുത്തയച്ചതാണ് എന്നതിന് വ്യക്തവും യുക്തവുമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും എല്ലാവരുടെ മുമ്പിലും അവതരിപ്പിച്ചുകൊണ്ട് ഈ കള്ളക്കളിയും ഒളിച്ചുകളിയും ഒഴിവാക്കിയിട്ട് മനുഷ്യരെ എല്ലാവരെയും നേർമാർഗത്തിലാക്കാൻ ശ്രമിക്കുകയല്ലേ നേരുന്നറിയുള്ള ഒരു ദൈവം ചെയ്യേണ്ടത്? ഇവിടെ ഈ പറയുന്ന കഥ സത്യമാണെങ്കിൽ ഈ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇസ്ലാം മതവിശ്വാസികളാവാനുള്ള കാരണം, 99% ആളുകളും വിശ്വാസികളാവാനുള്ള കാരണം അവർ മുസ്ലിം സമൂഹത്തിൽ ജനിച്ചു എന്നതാണ്. അവർ മുസ്ലിം സമൂഹത്തിൽ ജനിച്ചു എന്നതിന് അവർക്ക് പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നതിൽ എന്ത് നീതിയാണുള്ളത്? മറ്റൊരാൾ ക്രിസ്തു മതത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിൽ ജനിച്ചു എന്നുള്ളത് അവരുടെ കുറ്റം കൊണ്ട് സംഭവിച്ചതാണോ? അതൊക്കെ ആരാണോ നിശ്ചയിച്ചത് എന്ന് ചോദിച്ചാൽ അതൊക്കെ ഈ ദൈവമാണ് നിശ്ചയിച്ചതെന്നാണ് എല്ലാ കഥയിലും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തൻ്റെ സൃഷ്ടികളായ കുറേ ആളുകൾ തെറ്റായ മതസമൂഹങ്ങളിൽ ജനിച്ചതിൻ്റെ പേരിൽ അവർ ആ മതസമൂഹങ്ങളിൽ ജീവിച്ച് വളരണമെന്നും അതനുസരിച്ച് അവരെല്ലാവരെയും പിടിച്ചിട്ട് നരകത്തിലിടണമെന്നും തീരുമാനിച്ചുകൊണ്ട് ഒരു വലിയ നരകം ഉണ്ടാക്കിയിട്ട് ഈ കപട നാടകത്തിന് നേതൃത്വം കൊടുത്ത ഈ ദൈവത്തിനോളം വലിയ ദുഷ്ടൻ തെമ്മാടി വേറെ ആരാളുള്ളത്? അതല്ലെങ്കിൽ ദൈവം ലോകത്തെ എല്ലാവർക്കും ഒരേ നീതി നടപ്പിലാക്കണമായിരുന്നു. ഇവിടെ മുസ്ലിം സമൂഹത്തിൽ ജനിച്ചവർക്ക് മാത്രം, അതിൽ തന്നെ അറബി പഠിച്ചവർക്ക് വേറെ പ്രിവിലേജ്, അറബി ഭാഷയിൽ ജനിച്ച അറബികൾക്ക് മാത്രം മനസ്സിലാവുന്ന കിതാബ് കൊടുത്തയച്ചിട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ആ കിതാബ് അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അവരെ പിടിച്ച് ഞാൻ നരകത്തിലിടുമെന്ന് അറബിയിൽ പറയുന്ന ഈ ദൈവം എത്രമാത്രം വൃത്തികെട്ട ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്, എത്ര ദുഷ്ടനായ കഥാപാത്രമാണ് ആ ദൈവം. അപ്പോൾ ഇത് ലോകത്തിൻ്റെ ദൈവമല്ല, ഇതൊരു പ്രാദേശിക ഗോത്ര ദൈവം. ആ ഗോത്ര ദൈവത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ ഉണ്ടാക്കി വെച്ച ഉഡായിപ്പുകളാണ്. ഒരു ഗോത്ര മനുഷ്യന് തൻ്റെ ഗോത്രത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ നേതൃത്വത്തിൽ ഒരു മഹാഗോത്രം സൃഷ്ടിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവും മറ്റു ഗോത്രങ്ങളെ മുഴുവൻ കൊള്ളയടിച്ച് അവരുടെ സമ്പത്ത് കൊള്ളയടിച്ച് സുഭിക്ഷമായി തൻ്റെ അനുയായികൾക്കും തനിക്കും ജീവിക്കണമെന്നുള്ള അങ്ങേയറ്റം വൃത്തികെട്ട സങ്കുചിത സ്വാർത്ഥ ലാഭത്തിനും വേണ്ടി പടച്ചുണ്ടാക്കിയിട്ടുള്ള വൃത്തികേടുകളല്ലാതെ മറ്റൊന്നുമല്ല ഈ പുസ്തകം എന്ന് സാമാന്യ യുക്തി ഉപയോഗിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രം ചിന്തിച്ചാൽ ബോധ്യപ്പെടും. നമ്മൾ ജനിക്കുന്നത് ഏത് ഭാഷയിൽ ജനിക്കണമെന്നോ, ഏത് നാട്ടിൽ ജനിക്കണമെന്നോ, അല്ലെങ്കിൽ ഏത് ലിംഗത്തിൽ ജനിക്കണമെന്നോ, ഏത് മതത്തിലും സമുദായത്തിലും ജനിക്കണമെന്നോ എന്നതൊന്നും നമ്മുടെ ചോയ്സ് അല്ല. നമ്മളെ ഇന്നടത്ത് ജനിപ്പിച്ചു തരണമെന്ന് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. യാദൃച്ഛികമായി നമ്മൾ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ, ഓരോ സന്ദർഭത്തിൽ, ഓരോ സാഹചര്യത്തിൽ, ഓരോ കാലത്ത് ജനിച്ചു വീഴുന്നു. അത് നമ്മുടെ കുറ്റമല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവരാരും ഉണ്ടാവില്ല ലോകത്ത്. അങ്ങനെ നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിലോ വിശ്വാസത്തിലോ പെട്ടുപോയി എന്നതിൻ്റെ പേരിൽ ഏതോ പ്രാദേശിക ഭാഷയിൽ മെസ്സേജ് കൊടുത്തയച്ചുകൊണ്ട് ആകാശത്ത് ഒളിച്ചിരുന്ന ഒരു കള്ളദൈവം പറയുകയാണ്, ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ പിടിച്ച് നരകത്തിലിടും. ഞാൻ ഈ പ്രാദേശിക ഭാഷയിൽ കൊടുത്തയച്ച ഗ്രന്ഥം നോക്കിയിട്ട് വേണം ലോകത്ത് മറ്റ് ഭാഷക്കാരും മറ്റ് സമുദായക്കാരും ഒക്കെ ജീവിക്കാൻ. അങ്ങനെ അല്ലാതെ ജീവിച്ചാൽ അവരെയൊക്കെ പിടിച്ച് ഞാൻ നരകത്തിലിടും എന്ന് പറയുന്ന ഒരു ദൈവം എന്ത് തരം ദൈവമാണ്?
ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാകുന്നത്? എന്നിട്ട് ആ ദൈവമാണ് ഇവിടെ നിങ്ങൾ എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ ഈ ഉടായിപ്പ് കഥയിൽ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പിടിച്ചിട്ട് നിങ്ങളെ നന്മകളൊക്കെ ഞാൻ ധൂളിയാക്കി കളയും, അതൊക്കെ ഞാൻ മരീചികയാക്കി കളയും, എന്നിട്ട് ഞാൻ നിങ്ങളെ പിടിച്ചിട്ട് നരകത്തിലിടുമെന്ന് ഇവിടെ ഭീഷണി മുഴക്കുന്നത്. ഇതൊക്കെ ഒരു സാമാന്യ ബുദ്ധിക്ക്, വേറെ ഒന്നും വേണ്ട, നമുക്കൊരു ശരാശരി സാമാന്യ യുക്തിയുടെ ചിന്തയ്ക്ക് വിധേയമാക്കിയാൽ തന്നെ ഇതൊക്കെ വഷളൻ പൊട്ടത്തരങ്ങളാണ് എന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടും. എന്നിട്ട് ഈ ഉപമ പറഞ്ഞതിനകത്തുനിന്നൊക്കെ ശാസ്ത്രം വിളമ്പിക്കൊണ്ടുവരണം. എന്തിനു വേണ്ടിയിട്ട്? ഈ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി. അതിനു വേണ്ടിയിട്ട് 50 കൊല്ലം മുമ്പുണ്ടാക്കിയ ഒരു കള്ള പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ നുണകൾ ലോകത്താകെ പ്രചരിപ്പിച്ചത്. ഇന്ന് ആ നുണകൾ തന്നെ ഈ മതത്തിനും ഈ മതം കച്ചവടം ചെയ്യുന്നവർക്കും ഏറ്റവും വലിയ തിരിച്ചടിയായി, ഇരുട്ടടിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഇസ്ലാം ലോകത്തെല്ലായിടത്തും കയറ്റുമതി ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ മതം മാറ്റിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 2 കള്ളപ്രചരണങ്ങളിൽ ഒന്നായിരുന്നു ഈ ഖുർആനിൽ ശാസ്ത്രം ഒളിച്ചു കടത്തിയിട്ടുണ്ട്, ഖുർആൻ്റെ വരികൾക്കിടയിലൊക്കെ ശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഈ സിന്താനി തട്ടിപ്പ്. ആ തട്ടിപ്പിനെ കുറിച്ചാണ് ഞാൻ ഈ ആഴക്കടൽ സംവാദത്തിൽ അവിടെ പരിചയപ്പെടുത്തിയത്. ആ തട്ടിപ്പിൽ ഉപയോഗിച്ച തട്ടിപ്പുകളുടെ രീതിശാസ്ത്രങ്ങൾ എന്താണ്, അതിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന രാഷ്ട്രീയ ലക്ഷ്യം എന്തായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്താനാണ് ഞാൻ ആ വേദി അന്ന് അവിടെ ഉപയോഗപ്പെടുത്തിയത്. എന്ന് മാത്രമല്ല, ആ തട്ടിപ്പിലൂടെ വന്നിട്ടുള്ള എല്ലാം പച്ചക്കള്ളമാണെന്നും അത് പലരെയും ചതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വ്യാജരേഖകളും കൃത്രിമരേഖകളുമാണ് എന്നും ഞാൻ അവിടെ തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ട് ഏത് ചരക്ക് കൊണ്ടുവന്നാലും ആ ചരക്കിനൊക്കെ ബാധകമായ കൃത്യമായ മറുപടി പറഞ്ഞതിന് ശേഷമാണ്, ഒരു പ്രസക്തിയുമില്ലാത്ത എൻ്റെ ആ സംസാരം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും അവിടെ അവതരിപ്പിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരാളും തയ്യാറാവാൻ സാധ്യതയില്ലാത്ത ഈ ഒരു വഷളത്തരം അവിടെ കൊണ്ടുവന്നിട്ട് എം അക്ബർ അവതരിപ്പിച്ചത്. എന്നിട്ട് അതിനകത്തുള്ള നുണകൾ, ആ നുണകളൊക്കെ ചീട്ട് കൊട്ടാരം പോലെ ആ സമയം മുതൽ തകർന്നു വീഴുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ ഇതിനെക്കുറിച്ച് അധികം വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് തട്ടിപ്പായിരുന്നു എന്ന് മനസ്സിലാവാത്ത ഒരു സാമാന്യ ബുദ്ധിയുള്ള ആരുമില്ല. അതുകൊണ്ടാണ് വ്യക്തിപരമായ പരിഹാസത്തിലൂടെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇന്നും ചില ആളുകൾ ശ്രമിക്കുന്നത്. എന്നാൽ ഈ ആയത്ത് എന്താണ് എന്ന് വായിച്ച് മനസ്സിലാക്കിയ ഒരാൾക്ക് ഈ ആയത്തിനകത്ത് സമുദ്രശാസ്ത്രമുണ്ട്, മാങ്ങാത്തൊലിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രമാത്രം ബാലിശമായ തട്ടിപ്പാണ് എന്ന് അന്ന് വിശ്വാസികൾ തന്നെ ഒരുപാട് പേര് മനസ്സിലാക്കിയത് കൊണ്ട് ഒരുപാട് ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടാൻ തന്നെ ആ സംവാദം കാരണമായി എന്നതിൻ്റെ നേരനുഭവം എനിക്കുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നമ്മൾ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. അതെല്ലാവരും ഒരുപാട് തവണ ചർവണം പോലെ ആവർത്തിച്ച് കൈകാര്യം ചെയ്ത വിഷയമാണ്. ആ പറഞ്ഞതിലുള്ള വൈരുദ്ധ്യങ്ങൾ തന്നെ പിന്നീട് ഒരുപാട് ആളുകൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇവിടെ ഖുർആനിൽ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഒന്നിനു മേൽ ഒന്നായി അനേകം ഇരുട്ടുകൾ എന്ന് പറഞ്ഞത്. 1 കടലിൻ്റെ അടിയിലെ ഇരുട്ട്, 2 മേൽക്കുമേൽ വരുന്ന തിരമാലയുടെ ഇരുട്ട്, ആ തിരമാല സൃഷ്ടിക്കുന്ന ഇരുട്ട്, മറ്റൊന്ന് വെയിലിനെ തടഞ്ഞുകൊണ്ട് മഴക്കാർ വന്ന് മൂടുമ്പോൾ ഉണ്ടാകുന്ന ഇരുട്ട്. ഈ 3 ഇരുട്ടുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മേൽക്കുമേൽ ഇരുട്ട് എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അതിനെ പൊതിയുന്നു എന്ന് പറഞ്ഞത്, ഇരുട്ടുകളെ പൊതിയുന്നു എന്ന് അക്ബർ പറഞ്ഞത് ഭാഷാപരമായി തന്നെ ശുദ്ധ അസംബന്ധമാണെന്നും തെറ്റാണെന്നും ആ വേദിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അറബി അറിയാവുന്ന സകല പണ്ഡിതന്മാരും പറഞ്ഞു അക്ബർ പറഞ്ഞത് തെറ്റാണ്. യഹ്ഷാഹു എന്ന പുല്ലിംഗ ഏകവചനത്തിൽ പറഞ്ഞ ആ സാധനം ദുലുമാത്ത് എന്ന സ്ത്രീലിംഗ ബഹുവചനവുമായി ബന്ധപ്പെട്ടതല്ല, അത് കടലിനെ പൊതിയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് കൃത്യമായി പറഞ്ഞു. ഇവിടെ മുജാഹിദുകളുടെ അക്ബറിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള മുജാഹിദ് പണ്ഡിതന്മാർ എഴുതി വെച്ചപ്പോൾ 2 പരിഭാഷകളും ഞാൻ വായിച്ചു. 2 പരിഭാഷകളിലും ബ്രാക്കറ്റ് ഇട്ടിട്ട് കടലിനെ പൊതിയുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അക്ബറിനെ പോലെയുള്ള മണ്ടന്മാർക്ക്, അറബി അറിയാത്ത മണ്ടന്മാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അമാനി മൗലവിയും ചെറിയ മുണ്ടൻ മൗലവിയൊക്കെ ബ്രാക്കറ്റ് ഇട്ടിട്ട് കടലിനെ പൊതിയുന്നു എന്ന് എഴുതി വെച്ചത്. എന്നിട്ട് അവർക്ക് വിവരമില്ല എന്നാണ് 5ാം ക്ലാസ് വരെ മാത്രം അറബി പഠിച്ച എം അക്ബർ സ്റ്റേജിൽ പറഞ്ഞത്. അപ്പോൾ ആളുകളെ, വിശ്വാസികളായ ആളുകളെ എന്തെങ്കിലും നുണ പറഞ്ഞ് കബളിപ്പിക്കുക എന്നതിനപ്പുറത്ത് സ്വന്തം വിശ്വാസത്തോട് പോലും യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത കാട്ടുകള്ളന്മാർ ഇത് ഒരു ഒന്നാന്തരം കച്ചവട പ്രോഡക്റ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് കച്ചവടം ചെയ്യുകയായിരുന്നു എന്ന് പിന്നീട് അക്ബർ തന്നെ കുത്തിയിരുന്നിട്ട് തൊട്ടടുത്ത ദിവസം കുട്ടിദേവക്കാരോടൊപ്പം ഇരുന്നുകൊണ്ട് പറയുന്നതും നമ്മൾ കേട്ടു. ഇത് നല്ല പ്രോഡക്റ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് കച്ചവടം ചെയ്യാൻ ഇറങ്ങിയതാണ് ഞാൻ എന്നാണ് പിന്നീട് അക്ബർ അവിടെ പറയുന്നത്.
ഇങ്ങനെയുള്ള കാട്ടുകള്ളന്മാരായ കച്ചവടക്കാരാണ് ഈ മതം പേറിക്കൊണ്ട് നടക്കുകയും ഈ മതത്തെക്കുറിച്ച് ഇല്ലാത്ത നുണകളും കള്ളത്തരങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ മരുഭൂമിയിലെ മരീചിക പോലെയും ആഴക്കടലിലെ ഇരുട്ട് പോലെയും അവരുടെ ജീവിതത്തെ ഇരുട്ടിലായിക്കൊണ്ടിരിക്കുന്നു. ആ ഇരുട്ടിൽ നിന്ന് മോചനം നേടണമെങ്കിൽ ഇതൊക്കെ ഒരു പ്രാവശ്യം തുറന്ന മനസ്സോടുകൂടി വായിച്ചു നോക്കി ഇതിലൊക്കെ എന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കി ഇതിൻ്റെ ചരിത്രപരവും രാഷ്ട്രീയവുമായിട്ടുള്ള ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും സാഹചര്യങ്ങളും എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി വലിച്ചെറിയേണ്ടതിനെ വലിച്ചെറിഞ്ഞ് ഈ കാലത്തിനനുസരിച്ച് നമ്മൾ ഉൾക്കൊള്ളേണ്ട അറിവുകളെയും സംസ്കാരത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക മനുഷ്യരായി ജീവിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഈ കാര്യം ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതെല്ലാം 6-ാം നൂറ്റാണ്ടിലെയും 7-ാം നൂറ്റാണ്ടിലെയും മണ്ടത്തരങ്ങളും വിവരക്കേടുകളും മാത്രമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഖുർആൻ ക്ലാസ് നടത്തുന്നത്. കൂടുതൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അടുത്ത വാക്യവുമായി ബന്ധപ്പെട്ട് പറയാം.